ഈ ഷാരോൺ രാജ് വധക്കേസിൽ വധശിക്ഷയ്ക്ക് ശിക്ഷിക്കപ്പെട്ട് അട്ടക്കുളങ്ങര വനിതാ ജയിലിലെത്തിയ ഗ്രീഷ്മയ്ക്ക് ലഭിച്ചത് 1-ാം നമ്പറാണ് കേട്ടോ. അതായത് 2025 ശിക്ഷിക്കപ്പെട്ട് ഈ വനിതാ ജയിലിലെത്തിയ ആദ്യത്തെ പ്രതിയാണ് ഗ്രീഷ്മ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു 1-ാം നമ്പർ നൽകിയിട്ടുള്ളത്. വിവിധ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടവർക്കൊപ്പം 11-ാം നമ്പർ സെല്ലിലാണ് ഗ്രീഷ്മയെ ഇപ്പോൾ പാർപ്പിച്ചിട്ടുള്ളത്. അതേസമയം ഹൈക്കോടതി കേസ് പരിഗണിക്കുന്നത് വരെ ഗ്രീഷ്മയ്ക്ക് ഉടനെ ഒരു ജാമ്യമോ പരോളോ ലഭിക്കില്ല എന്നാണ് അറിയുന്ന വിവരം. ഹൈക്കോടതിയുടെ 2-അംഗ ബെഞ്ച് കേസ് പരിശോധിക്കണം. കുറ്റക്കാരിയെന്ന് കോടതി കണ്ടെത്തിയപ്പോഴാണ് ജാമ്യം റദ്ദാക്കി. ഈ ഹൈക്കോടതിയുടെ 2-അംഗ ബെഞ്ച് ഈ ഒരു കേസ് പരിശോധിക്കണം. കുറ്റക്കാരിയെന്ന് കോടതി കണ്ടെത്തിയപ്പോഴാണ് ജാമ്യം റദ്ദാക്കി ഗ്രീഷ്മയെ വീണ്ടും ജയിലിലെത്തിച്ചത്. അപ്പോൾ നിലവിൽ ഈ ഒരു വിധി വരുന്നത് വരെ ഗ്രീഷ്മ പുറത്തായിരുന്നു, ജാമ്യത്തിലായിരുന്നു. ഗ്രീഷ്മയെ വീണ്ടും ജയിലിൽ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് ഈ പറയുന്ന 1-ാം നമ്പർ തടവുകാരിയായിട്ടാണ്. അട്ടക്കുളങ്ങര വനിതാ ജയിലിലാണ് ഗ്രീഷ്മ ഇപ്പോൾ നിലവിലുള്ളത്. റിമാൻഡ് തടവുകാർക്കൊപ്പം പാർപ്പിച്ചിരുന്ന ഗ്രീഷ്മയെ ശിക്ഷ വിധിച്ചതിന് ശേഷമാണ് ഈ ഒരു 11-ാം നമ്പർ സെല്ലിലേക്ക് മാറ്റുന്നത്. അപ്പോൾ മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ 2022 ഒക്ടോബർ 14 ഷാരോൺ രാജിനെ ഗ്രീഷ്മ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കഷായത്തിൽ ആദ്യമായിട്ടാണ് ഈ ഒരു അറിവ് കേട്ടോ, കാപ്പിക്കോ എന്ന ഒരു കളനാശിനി കലർത്തി കൊടുത്തിട്ട് ആണ് കൊലപ്പെടുത്തുന്നത്. പ്രണയത്തിൽ നിന്ന് പിന്മാറാത്തതിനെ തുടർന്നായിരുന്നു ഗ്രീഷ്മ ഷാരോണിനെ കൊലപ്പെടുത്തിയത്. അപ്പോൾ ഗ്രീഷ്മ യഥാർത്ഥത്തിൽ ഈ പ്രണയത്തിൽ നിന്ന് ഷാരോണിനെ പിന്മാറ്റാൻ ഒരുപാട് ശ്രമിച്ചിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കഷായം കുടിച്ചതിന് പിന്നാലെ 11 ദിവസം ഷാരോൺ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഷാരോൺ പിന്നീട് മരണത്തിന് വളരെ പെട്ടെന്ന് തന്നെ കീഴടങ്ങുകയായിരുന്നു എന്നുള്ളതായിരുന്നു ആ ഒരു വിവരം. ഓക്കെ, ഈ ഷാരോൺ കൊലക്കേസിൽ ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് തെളിഞ്ഞോടെയാണ് ജാമ്യം റദ്ദാക്കി വീണ്ടും ജയിലിലെത്തിച്ചത്. അപ്പോൾ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടതിനാൽ ഇനി ജയിലിലെ ജോലികൾ ചെയ്യേണ്ടി വരുമെന്നുള്ളതാണ്. അപ്പോൾ ശിക്ഷിക്കപ്പെടുന്നത് വരെ ജയിൽ ജോലികളിൽ നിന്ന് വിടുതൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും. വീണ്ടും നമുക്ക് ഭക്ഷണപ്പുരയിലോ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്നിടത്തോ അങ്ങനെ തയ്യൽ യൂണിറ്റിലൊക്കെ ആയിരിക്കും ഇവരുടെ ജോലി. താല്പര്യം കൂടി ആരാഞ്ഞ ശേഷമായിരിക്കും ഇത്തരം ജോലികൾക്ക് നിയോഗിക്കുക. ഈ അഭിഭാഷകരടക്കം ആരും ഇന്നലെ ഗ്രീഷ്മയെ കാണാത്തില്ലെന്ന് ജയിൽ അധികൃതർ ഇതേപോലെ അവരുടെ അറിയിപ്പിൽ പറയുന്നുണ്ട്. ചില അടിവസ്ത്രങ്ങളും മറ്റുമൊക്കെ ആയിട്ട് ജയിലിൽ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ജയിൽ വസ്ത്രമാണ് ജയിലിൽ ധരിക്കേണ്ടത്, പക്ഷേ അടിവസ്ത്രങ്ങൾ ധരിക്കുന്നതിന് തടസ്സമില്ല എന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്തായാലും ചിത്രം വരച്ചാണ് ഗ്രീഷ്മ ജയിലിലെ സമയം ചെലവഴിക്കുന്നതെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. അതാണ് മറ്റൊരു പ്രധാന റിപ്പോർട്ട് വരുന്നത്. അപ്പം ഇന്നലെ ജയിലിലെ ഫാർമസിയിലെത്തി ഗ്രീഷ്മ ശരീരവേദനയ്ക്കുള്ള മരുന്ന് വാങ്ങിയിരുന്നു. അപ്പോൾ ജയിലിൽ ഒരുപാട് സൗകര്യങ്ങളുണ്ട് എന്നുള്ളതിലേക്കാണ് ഇതൊക്കെ വിരൽ ചൂണ്ടുന്നത്. ഇത്തരം വാർത്തകൾ നമ്മൾ മനസ്സിലാക്കുന്നത്, സാധാരണ ജനം മനസ്സിലാക്കുന്നത് എപ്പോഴും ഇങ്ങനെയുള്ള വാർത്തകളുടെ ചില പ്രധാനപ്പെട്ട കൊലപാതകങ്ങളും മറ്റുമൊക്കെ ആയിട്ട് ശിക്ഷിക്കപ്പെട്ട് ജയിലിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ചില പ്രത്യേക കേസുകളിലൊക്കെയാണ് നമ്മൾ ഇത്തരം ജയിലിൽ ഫാർമസി ഉണ്ടെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ജയിലിലെ ജോലികൾ തൽക്കാലം ഗ്രീഷ്മയ്ക്ക് നൽകുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങൾ കൂടുതൽ സമയം ഗ്രീഷ്മ സെല്ലിനുള്ളിൽ തന്നെയാണ് ചെലവഴിച്ചതെന്നാണ് പറയപ്പെടുന്നത്.